ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ്. എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇന്നലെ കുറേ വിഭവങ്ങളുമായിട്ടാണ് വന്നത്. ഇന്ന് അധികമൊന്നും വിഭവങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ്, കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാട്ടോ. ഇന്ന് കുഞ്ഞു കുഞ്ഞു വിഭവങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റ് തന്നെയാട്ടോ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഇന്നും മുട്ട റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട റോസ്റ്റിനോടൊപ്പം നൂലപ്പം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ നൂലപ്പത്തിനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറായ ശേഷം പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച ശേഷം നൂലപ്പത്തിനുള്ള പൊടിയൊക്കെ വാട്ടി തട്ടിലൊക്കെ എണ്ണ തൂകി സെറ്റാക്കിയിട്ടോ. ഇഡ്ഡലി ചെമ്പിൽ പാകത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നൂലപ്പം പീച്ച് വരുമ്പോഴേക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ അതിലേക്ക് തട്ടുകളൊക്കെ ഇറക്കി വെച്ച് അത് വേവിക്കാൻ വെച്ച് കൊടുത്തു. വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. വളരെ രുചികരമായ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്, ആരും മിസ്സാക്കരുത്. അപ്പോൾ മുട്ട റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അങ്ങോട്ട് സെറ്റാക്കിട്ടോ. അങ്ങനെ ഒരു തള വന്ന ശേഷം കറിവേപ്പിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തങ്ങായിട്ട് നന്നായി അങ്ങോട്ട് മിക്സാക്കി പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എല്ലാ അമ്മമാരുടെ പോലെയും ഇന്ന് ഞാൻ വളരെയധികം ചിന്തയിലാണ് കേട്ടോ. എന്നും ഇങ്ങനെയാണ് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ? എന്താ കൂട്ടാൻ വെക്കുക? മീനൊന്നുമില്ലല്ലോ, ഇറച്ചിയില്ലല്ലോ, എന്താ പച്ചക്കറിയാണോ വെക്കേണ്ടത്, മീൻ വാങ്ങണോ ചിക്കൻ വാങ്ങണോ എന്നൊക്കെ ഒരു ചിന്തയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയാൽ മതിയെന്ന് ഉമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫോൺ എടുക്ക്, അതിൽ ഗ്രൂപ്പിൽ എന്തെങ്കിലും മീൻ വിട്ടിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫ്രഷ് മീൻ കൊണ്ടുവരുന്ന ഇക്കാടെ നമ്പർ അങ്ങോട്ട് ഡിലീറ്റായി പോയത് കണ്ടു കേട്ടോ. അപ്പോൾ എന്ത് കാട്ടുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ പുറത്ത് നല്ല മീനിൻ്റെ ഒച്ചയുണ്ട്. കണ്ണനയിലയും അതുപോലെ തന്നെ കുടുതയും കോരയൊക്കെയാണ് കേട്ടോ അവരുടെ കയ്യിൽ. അപ്പോൾ കണ്ണനയില വാങ്ങിച്ചങ്ങായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അരിയൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട്. പാത്തൂസിൻ്റെ കുളിച്ച് സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെന്തു, അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു. അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ച ശേഷം കണ്ണനയില നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ നന്നാക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ നന്നാക്കിയോളാന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനാട്ടോ. ലാസ്റ്റ് ഉമ്മ തന്നെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, അല്പം വെളിച്ചെണ്ണ, അല്പം വെള്ളം, ചെറുനാരങ്ങ നീര് എന്നിവയിട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ടുങ്ങായിട്ട് നല്ല പോലെ അങ്ങോട്ട് കൈവച്ച് കുഴച്ച് സെറ്റാക്കണം കേട്ടോ. അങ്ങനെ കുഴച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന്? ചിക്കനാണോ മട്ടനാണോ മീനാണോ? എന്താ കറി വെച്ച്? കമൻറ്റ് ചെയ്തേക്കണേ. മീൻ നന്നാക്കുമ്പോൾ വളരെയധികം ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മീൻ നന്നാക്കാനായിട്ട്. പക്ഷേ മീൻ നന്നാക്കാനായിട്ട് ഞാൻ മീൻ അങ്ങോട്ട് എടുത്താൽ ഓടി വരും എൻ്റെ ഉമ്മ, ഞാൻ നന്നാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയും ഞാൻ നന്നാക്കാമെന്ന്. അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനാവും കേട്ടോ. പക്ഷേ ഉമ്മാക്ക് മീൻ നന്നാക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ വയ്യെങ്കിലും മീനൊക്കെ നന്നാക്കി സെറ്റാക്കി തരും കേട്ടോ. പിന്നെ എന്നോട് കറിയോ ഫ്രൈ ചെയ്യോ എന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങും കേട്ടോ.
അങ്ങനെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ എടുത്തു. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇന്ന് ചിക്കനാണോ മട്ടനാണോ മീനാണോ എന്തൊക്കെയാ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത ശേഷം ആ സമയമാകുമ്പോൾ നോക്കും ആരെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടോ. ആ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ വളരെയധികം സന്തോഷവും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ കായപ്പേരിയും പരിപ്പ് കറിയും അതേപോലെ തന്നെ നമ്മുടെ തൈര് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അടുത്തതായി ഇക്ക മീഷോ നിന്ന് ഓർഡർ ചെയ്ത ചുരിദാറാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അധികമൊന്നും ഡിസൈനൊന്നുമില്ലെങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ചുരിദാർ കേട്ടോ. 2 ടോപ്പ് ആണ് ഓർഡർ ചെയ്തത്. പിന്നെ മോനിഷ്ടമുള്ള ബാഗി പാൻറ്റ്, അവൻ്റെ ഒരു ആഗ്രഹം കേട്ടോ ബാഗി പാൻറ്റ് ഇട്ടിട്ട് നിസ്കാരത്തിന് പോകുന്നു, അതായത് പെരുന്നാൾ നിസ്കാരത്തിന്. പക്ഷേ അന്നേ ദിവസം ഓർഡർ ചെയ്തത് വന്നില്ല കേട്ടോ, ഇന്നാണ് വന്നത് കേട്ടോ. എന്നാലും അവളെ വാപ്പച്ചി തൃശ്ശൂരിൽ നിന്ന് അവൻ്റെ ഇക്കാൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം അത് വീട്ടിലെത്തിച്ചു തന്നു. അതിട്ടിട്ടാണ് പെരുന്നാൾ നിസ്കരിക്കാൻ പോയത് കേട്ടോ. പിന്നെ പാത്തൂസിനും എനിക്കൊക്കെ പിന്നെ മക്കളുടെ ബർത്ത്ഡേക്ക് ഇട്ട കുപ്പായങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതായിരുന്നു പെരുന്നാളിനിട്ടത് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. പരിപ്പ് കറിയും കായപ്പേരിയും അതേപോലെ തന്നെ തൈരും, ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിഭവങ്ങൾ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.